പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വെബ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ബാക്ക്ഗ്രൗണ്ട് കയറ്റുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് Ctrl+ വെച്ചിട്ട് നമുക്ക് മാക്സിമം സൂം ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ഓരോ ഏരിയ അതിൻ്റെ ഇമേജിന്റെ ഏരിയ വൃത്തിയായി കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെയിം കളർ ആദ്യം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകണം. അതിന് ഏറ്റവും സിമ്പിളായ ടൂൾ ഈ എറേസറിൽ മാജിക് എറേസർ ടൂൾ ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ അതിനൊരു ടോളറൻസ് ഉണ്ട്. അത് നോർമലി നമ്മൾ സെറ്റ് ചെയ്യേണ്ട 30 ആണ്. 30 വെച്ചാൽ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരേ കളർ ഡിലീറ്റ് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ഞാൻ 30 വെച്ചിട്ടാണ് ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യണേ. പക്ഷെ കുറച്ചവിടെ ബാലൻസ് വന്നു, ക്ലിയർ അല്ല ഡിലീറ്റ്. അപ്പോൾ ഞാനത് Ctrl+ അടിച്ചിട്ട് അൺഡു ചെയ്തിട്ട് 40 ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഇമേജിലുള്ള ഫേസ് ഡിലീറ്റ് ആവുന്നുണ്ട്. അത് ഒഴിവാക്കി കണ്ടിട്ട് വീണ്ടും Ctrl+ അടിച്ചിട്ട് 30 തന്നെ കൊടുക്കുകയാണ്. 30-ൽ കൂടുതൽ കൊടുത്താൽ ഫേസ് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. അത്ര ഡിലീറ്റ് ആയി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കിട്ടുന്നില്ല, ഓരോന്നും ഡിലീറ്റ് ചെയ്താൽ മതി. ഈ സൈഡ് ഡിലീറ്റ് ചെയ്തു, വീണ്ടും ഇതിൽ ഒബ്ജക്റ്റിൽ, ഈ ഒബ്ജക്റ്റിൽ, അടുത്തതിൽ ആ ഭാഗം ഡിലീറ്റായി, ഇവിടെ ഡിലീറ്റായി, ഇത് ഡിലീറ്റായി, വീണ്ടും ഇത് ഡിലീറ്റാക്കി, പിന്നെ ഇത് ഡിലീറ്റാക്കി. പക്ഷേ ഇതിൽ പ്രശ്നം കുറച്ച് ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോളറൻസ് ഒന്ന് കൂട്ടിയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഒരു 40 കൊടുത്തു നോക്കാം. വീണ്ടും ബാലൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ടോളറൻസ് ഒന്നും കൂടി കൂട്ടിയിട്ട് ഒരു 50 കൊടുത്തു നോക്കാം. ഓക്കെ, ഏകദേശം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. വീണ്ടും ഇനിയുള്ള പ്രശ്നം, നമ്മളെ ഈ സീറ്റിന്റെ ബാക്ക് ബ്ലാക്ക് ആണ്, ഇമേജിലെ മുടിയും ബ്ലാക്ക് ആണ്. ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ ഇമേജ് മൊത്തം പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, പിന്നെ നമ്മൾ കുറച്ചാലും അത് തന്നെ വരിക, 30 വെച്ച് കൊടുത്താലും മുടി കംപ്ലീറ്റ് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാനുവലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വരട്ട് ഡിവൈഡ് ചെയ്യണം അത് രണ്ടും. അതിന് പറ്റിയ ടൂള് നമുക്ക് എറേസ് ടൂളിന് എടുക്കാം. അതിൽ നമുക്ക് കുറച്ച് അതിൻ്റെ സൈസ് എല്ലാം ഇവിടെ ഇതാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് തെറ്റാതെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് പോരണം. ഇത് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല, തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം വരും. ഇപ്പോൾ നമുക്കൊരു ഇത് ഡിവിഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് പഴയ മാജിക് എറേസർ തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് ഈ ഭാഗം സീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ബാക്കി ചെറിയ ചെറിയ പൊട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റെക്ടാങ്കുലർ ടൂൾ ഉപയോഗിച്ചിട്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാം ഡിലീറ്റ് ചെയ്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പുതിയ കളർ കൊടുക്കണം. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടെങ്കിൽ ഇങ്ങനെ PNG സേവ് ചെയ്താൽ നമുക്ക് അതുപോലെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ലെയർ ഓപ്പൺ ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ കളർ കൊടുത്താൽ മൊത്തം കളർ വരും. അപ്പോൾ ഇവിടെ ലെയർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അടിയിലാണ് വരേണ്ടത്. അതിനെ ഡ്രാഗ് ചെയ്തിട്ട് അടിയത്തെ ലെയറായി ഇടണം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഈ നീല കളറാണ് വേണ്ടെങ്കിൽ നമ്മൾ Ctrl+ ബാക്ക് സ്പേസ് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ലെയർ സെലക്ട് ചെയ്യണം. എന്നിട്ട് Ctrl+
സോറി, കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുത്താൽ നമുക്ക് ഈ അടിയിലുള്ള ഈ കളർ കിട്ടും. പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റിയ നമുക്ക് ബ്ലർ ടൂള്, ഇവിടെ ഒരു കളർ ബക്കറ്റ് ടൂൾ ഉണ്ടാവും. അത് കൊടുത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഇതിലുള്ള ഈ കളർ കിട്ടും. അതിന് ഞാൻ ഇപ്പോൾ വേറൊരു കളറാക്കി തരാം, നീല. ബക്കറ്റ്, പെയിൻറ്റ് ബക്കറ്റ് കൂടെ കൊടുത്തു വെച്ചാൽ ആ കളർ കിട്ടും. ഇനി ഇതാണ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആൾട്ട് ഷിഫ്റ്റ് കൊടുത്താൽ പഴയ കളറിലേക്ക് തന്നെ പോകാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഗ്രേഡിയൻറ്റിന് ഒന്നിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് കളർ, ഗ്രേഡിയൻറ്റ് കളറാണെങ്കിൽ ഇവിടെ ഇതിൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്താൽ ഇങ്ങനെയുള്ള കളറൊക്കെ കിട്ടും. നമുക്ക് ഈ ബ്ലൂവും റെഡും ആയി വരുന്ന കളർ കിട്ടും.